ഹലോ, ഇന്ന് നമ്മളൊരു ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം രാവിലെ തന്നെ നമ്മൾ അബ്ദുൽ അസീസിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് സ്പെഷ്യൽ ചിക്കൻ ലഗോണ്ട് ദം ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ സ്പെഷ്യലായിട്ടുണ്ടെന്ന്. അപ്പോൾ കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി. റൂമിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തി നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു. ബീഫിൻ്റെ കുട്ടൻ ദം ബിരിയാണിയാണ് കേട്ടോ. അതാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ പ്ലേറ്റൊക്കെ വന്നു. അപ്പം നമ്മൾ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ വന്നു. എന്താ പറയുക, നല്ല അടിപൊളി ബിരിയാണി. ശരിക്കും എനിക്ക് ഈ കല്യാണ ബിരിയാണി പോലെയൊക്കെയാണ് ഫീലായത്. ശരിക്കും നമ്മൾ ഈ സെയിം നല്ല കാലിക്കറ്റ് നമ്മളെ ഇവിടുത്തെ ബിരിയാണി ഉണ്ടല്ലോ, കുറ്റിച്ചിറ ബിരിയാണിയില്ലേ, എനിക്ക് ആ ഒരു ടേസ്റ്റായിട്ടാണ് തോന്നിയത്. നല്ല അടിപൊളി ബിരിയാണി, നല്ല ടെൻഡർ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കേടും പിന്നെ ഒരു സ്വീറ്റായിട്ടുള്ള ഒരു പിക്കിളുണ്ടായിരുന്നു, ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു പിക്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റായിരുന്നു. എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. കുറേ പീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നല്ല റൈസും ബീഫും നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് നല്ല വയറ് നിറച്ച് കഴിക്കാം, അത്രയ്ക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളാണ് പോയത്. കണ്ടോ, ബീഫ് കണ്ടാലേ മനസ്സിലാവും, അത്രയ്ക്കും സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള റൈസും നല്ല നല്ല കുക്കായിട്ടുള്ള റൈസും നല്ല അടിപൊളി ബിരിയാണി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ പായസം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണീൻ്റെ കൂടെ. അങ്ങനെ പെപ്സിയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് നമ്മളെ ലുലു എക്സ്പ്രസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അബ്ദുൽ അസീസിൻ്റെ റെസ്റ്റോറൻ്റാണ്. അതിൻ്റെ ടീ ഷോപ്പും ഉണ്ട് അടുത്ത് തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ.